ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേക ഭക്തന്മാരെ മധ്യസ്ഥയിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രാരംഭമായിട്ട് പറയുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ അതാണ് അബ്രഹാമിനെ ഞാൻ കാണുവാൻ സാധിക്കുന്നത്. അബ്രഹാമിന്റെ മധ്യസ്ഥത, ഒത്തിരി അബ്രഹാം മധ്യസ്ഥ വഹിച്ചു. വളരെ പ്രധാനമായിട്ട് പറയുവാൻ സാധിക്കുന്നത് അബ്രഹാമിന്റെ മധ്യസ്ഥത സോദോം ഗൊമോറയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം 3 ദൂതന്മാരാണ് അബ്രഹാമിന്റെ കൂടാരവാതിക്കൽ വന്നത്. 2 പേര് കടന്നുപോയി. 3ാമന്റെ അടുക്കൽ അബ്രഹാം നിൽക്കുക. അബ്രഹാം ഒരു ചോദ്യം ചോദിക്കുന്നു. ആ മധ്യസ്ഥ വഹിക്കുന്നത് വെറുതെ അല്ല, പിന്നെയോ തനിക്ക് താൻ മനസ്സിലാക്കി വെച്ചതായിരിക്കുന്ന ദൈവിക സത്യമാണ് അബ്രഹാം ദൈവത്തോട് പറയുവാൻ പോകുന്നത്. ആ രീതിയിലാണ് മധ്യസ്ഥ വഹിക്കുന്നത്. ചോദിച്ച ചോദ്യം, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ നീതിമാന്മാരെ ദുഷ്ടന്മാരോടുകൂടെ ഞാൻ നശിപ്പിക്കയില്ല. അത് നിന്റെ വചനമാത്. ദൈവം പറഞ്ഞില്ല, ഞാൻ നശിപ്പിക്കത്തില്ല. നിങ്ങൾക്കറിയാം ആ മധ്യസ്ഥ എവിടെ വരെ വന്നു? 10 പേരുടെ പേര് വരെ കടന്നു വന്നു. എത്ര നേരം ആ പാവം പിടിച്ച മനുഷ്യൻ ആ സോദോം ഗൊമോറയ്ക്ക് വേണ്ടി നിലവിളിച്ചുവെന്ന് നമുക്കറിയത്തില്ല. അടുത്ത അബ്രഹാം നിലവിളിക്കുവാൻ ഇടയായിത്തീർന്നത് അബീമേലെക്കിന് വേണ്ടിയാ. അബീമേലെക്കിന്റെ കൊട്ടാരത്തില് സാറ കടന്നു പോകുന്ന ഒരു സമയം, പക്ഷെങ്കിൽ അവിടുന്ന് തിരിച്ച് മടങ്ങി വന്നിട്ട് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. ദൈവം എന്നിട്ട് അബീമേലെക്കിന്റെ കൊട്ടാരത്തില് പറയുവാൻ ഇടയായിത്തീർന്നത് അബ്രഹാം അബീമേലെക്കിനും അവന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു.